വിക്ഷേപണവും ഈ മാസം തന്നെ നടക്കും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി ജയരാജൻ. ഗവർണർ കോമാളി വേഷം കെട്ടി അധപ്പതിച്ചിരിക്കുകയാണെന്ന് പി ജയരാജൻ കുറ്റപ്പെടുത്തി. ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ ഗവർണർ മറക്കുകയാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകനായിരുന്ന ജിബിന്റെ അനുസ്മരണ ചടങ്ങിൽ ഗവർണർ പദവി കൊളോണിയൽ അവശേഷിപ്പോ അനിവാര്യതയോ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെ വിഡ്ഢിവേഷങ്ങളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേരാണ് ഏക് ദിൻകാൽ സുൽത്താൻ. ഏതാണ്ട് വൺ ഡേ സുൽത്താനെ പോലെയാണ് കേരളത്തിൽ അദ്ദേഹം വരിക, എന്നിട്ട് ഡൽഹി പോവുക, മറ്റിടങ്ങളിൽ പോവുക, എന്നിട്ട് അവിടുന്ന് വാർത്താ സമ്മേളനം നടത്തുക. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇങ്ങനെ വായിൽ തോന്നുന്നെല്ലാം വിളിച്ചു പറയുന്ന അങ്ങേയറ്റം അധപ്പതിച്ച നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണനിർവഹണ അധികാരമുള്ളത് തിരഞ്ഞെടുപ്പിലൂടെ വന്ന സംസ്ഥാന സർക്കാരിനാണ്. ഗവൺമെന്റിന്റെ ഉപദേശം അനുസരിച്ച് ആക്ട് ചെയ്യുന്നവരാണ് ഗവർണർ. ഒരു വർഷത്തോളമായി ഗവർണറുടെ ഓഫീസിൽ ബില്ലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും പി ജയരാജൻ പറഞ്ഞു. ഒരു വർഷത്തോളമായി ഗവർണർ ഓഫീസിൽ ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നു. ഇത് ഗവർണർ രാഷ്ട്രീയം കളിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ചോദ്യം ചെയ്യപ്പെട്ട അവസരത്തിൽ അദ്ദേഹം കൈക്കൊണ്ട മാർഗം എന്താണ്? സുപ്രീം കോടതിയെ തന്നെ പരിഹസിച്ചുകൊണ്ട് ചില കമൻറ്റുകൾ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു. എന്നിട്ട് കുറേ എണ്ണം രാഷ്ട്രപതിക്ക് അയച്ചു. ഇത് ഒരു വർഷത്തോളം അടയിരുന്നിട്ടാണ് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് CPIM നേതാക്കൾ അവിടേക്ക് പോകാത്തതെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. റിപ്പബ്ലിക് ദിന പരേഡിന് കേരളത്തിലെ നിശ്ചല ദൃശ്യത്തിന്റെ മാതൃക നിഷേധിച്ച കേന്ദ്രം. കേരളം സമർപ്പിച്ച 10ഓളം മാതൃകകളാണ്